Yes, Tansia, good morning. Good morning, sir. Okay, Afla, good morning. Good morning, sir. Okay, Nushila, Aparna, Venugopal, Shafna, good morning. Sharanya, good morning. Achu, Priya Banu, good morning. Sheena, good morning. Yes. So, Garabisha, let us start. Yes, sir. Okay, Nushila, let us start. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ടെൻസുകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ 3 ടെൻസുകളെ കുറിച്ച്, ടെൻസ് ഫോമിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അതിൽ സിമ്പിൾ പ്രസന്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ പാസ്റ്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ നോക്കട്ടെ. എക്സാം 3 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. യെസ്, ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒന്ന് കഴിഞ്ഞു പോയത്, ഒന്ന് വരുവാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നമ്മളൊരു സീരിയലുമായി ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ന്യൂഷില, യെസ് ഓർ നോ? Yes, sir. എന്തായിരുന്നു അഫ്ല പറഞ്ഞത്, നമുക്ക് ഓർമ്മയുണ്ടോ? സീരിയല് കാണുന്നതിനോട് യോജിക്കണ്ടോന്ന് ചോദിച്ചായിരുന്നു. അത് നമുക്കൊരു പ്രേംകുമാറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞത്. അതെ അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്നലെ പറഞ്ഞതാണോ സാർ? എന്തോ? ഇന്നലെ പറഞ്ഞതാണോ? ഇന്നലെ അല്ല, ഇന്നലെ ഉണ്ടായില്ലല്ലോ സീരിയല്, ഇന്നലേക്ക് മുമ്പായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർട്ടിങ് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ സീരിയൽ പ്രോബ്ലം പറഞ്ഞതാണ് അവിടെ നിൽക്കട്ടെ. യെസ്, അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു സബ്ജക്റ്റ് ഞാൻ പറയുന്നു. ആ സബ്ജക്റ്റ് ഇതാണ്. യെസ്, നമുക്ക് ഒരാളെ വിളിക്കാം. നൂർഷില. ഓക്കെ, നൂർഷിലയാണ് ചർച്ച തുടങ്ങി വെക്കാൻ ബെസ്റ്റ് ആയ ആളാണ്. യെസ്, ഓക്കെ. നൂർഷില, അപ്പൊ നൂർഷില പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിമ്മി ജോസ്, ഗുഡ് മോർണിംഗ്. നൂർഷിലക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ ഉണ്ടാകുന്നത്, യുവർ ഫേവറേറ്റ് ടീച്ചർ. അപ്പോ ഇന്ന് ഓരോരുത്തരും പറയുന്നത് യുവർ ഫേവറേറ്റ് ടീച്ചർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ് മണി ടീച്ചർ. എന്തുകൊണ്ടാണ് ഞാൻ മണി ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത്? ഇത് പറഞ്ഞതാണ്, ഫേവറേറ്റ് ടീച്ചർ പറഞ്ഞതാണ്. ഓക്കെ 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 ഓക്കെ, ഇതിനകത്തൊന്ന് രേഖപ്പെടുത്താൻ വിട്ടുപോയതാണ്. യെസ് യെസ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞതാണ്. ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പൊ നമുക്കത് എടുക്കണം. നെക്സ്റ്റ് വി ആർ ടുഡേ. അപ്പൊ നൂർഷില, അപ്പൊ മൈ ഫേവറേറ്റ് ടീച്ചർ പറഞ്ഞതായതുകൊണ്ട് ഞാൻ ആ വിഷയം ഒന്ന് പിൻവലിച്ചു. പകരം അടുത്ത ഒരു വിഷയം ഞാൻ പറയുകയാണ്. അപ്പൊ ഇന്ന് നൂർഷില പറയുന്നത് നൂർഷിലയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ കുറിച്ചാണ്. അപ്പൊ ഓരോരുത്തരും അത് ചിന്തിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്താരാണ്? നിങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും. യു സെലക്ട് വൺ. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ ഒരാളെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും
നമുക്കിപ്പോൾ തൽക്കാലം ഇംഗ്ലീഷിലൊക്കെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യും, സെലക്റ്റീവ് ആണ്. എന്നിട്ട് ആ ആളെ നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടാവില്ലേ? ദർ മേ ബി സം റീസൺസ്. ആ കാരണങ്ങൾ നിങ്ങൾ പറയും. യെസ്, അതാണ് നമ്മൾ ഇന്ന് ആദ്യം പരിഗണിക്കുന്നത്. അപ്പോൾ ന്യൂസിലൊക്കെ വേണമെങ്കിൽ പറയാം, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ്, എന്റെ പേര് പറയും സാവിത്രി. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് സാവിത്രി. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ സാവിത്രി ഇഷ്ടപ്പെടുന്നത്? ഷീ ഈസ് മൈ ക്ലാസ്മേറ്റ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 12th സ്റ്റാൻഡേർഡ്. അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ ക്ലാസ്മേറ്റ് ആണ്. ഷീ ഈസ് മൈ നെയ്ബർ ആൾസോ. അവൾ എൻ്റെ നെയ്ബർ കൂടിയാണ്. ഓക്കെ, ഷീ ഈസ് മൈ ബെസ്റ്റ് ബിക്കോസ് ഷീ ഈസ് വെരി കെയറിങ്, ഷീ ഈസ് വെരി ലവിങ്. പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവളെ കുറിച്ച് പറയാനുണ്ടോ അല്ലെങ്കിൽ അവനെ കുറിച്ച് പറയാനുണ്ടോ അത് പറയാം. അപ്പൊ ഓരോരുത്തരും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക, ആ ബെസ്റ്റ് ഫ്രണ്ടിനുള്ള ക്വാളിറ്റീസ് കണ്ടുപിടിക്കുക. Some qualities are there. It is because of these qualities that you considered her or considered him as your best friend. ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ കുട്ടിയെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണക്കാക്കിയത്. അപ്പൊ നമ്മൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾ പറയുക മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് 2-3 വാചകം നമ്മൾ പറയും. യെസ്, അപ്പൊ ഐശ്വര്യമായിട്ട് നൂർഷിലയാണ് തുടങ്ങി വെക്കുന്നത്. നൂർഷിലക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊന്ന് നീട്ടിപ്പിടിച്ചത്. അപ്പൊ നൂർഷില പറയൂ നൂർഷിലയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച്. ഇല്ലെങ്കിൽ അവരും ഉണ്ടാക്കിക്കോളും. യെസ്. എന്തോ അല്ല, കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും പറയാം, ഫസ്റ്റ് ആയോണ്ടേ. ഓക്കെ, അത് കുഴപ്പമില്ല. നൂർഷിലക്ക് വീണ്ടും തരാം. യെസ്, ആദ്യം പറയാനുള്ള ധൈര്യം കാണിക്കാൻ പറ്റിയ ഒരാളെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് കുഴപ്പമില്ല. യെസ്, അപ്പൊ നൂർഷിലയുടെ ഐശ്വര്യത്തിന് വേണം നമ്മൾ ബാക്കിയുള്ള 17 പേരെ 17 പേരെ അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ. യെസ്, ഓക്കെ നൂർഷില പറഞ്ഞോളൂ. അപ്പൊ ഓരോരുത്തരും ഇത് കഴിയുമ്പോൾ പറയണോട്ടെ, ഞാനൊന്നും പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് റെഡി ആയിരുന്നു. വേറെ ഒന്നുമില്ല. മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഡാൻസ് ചെയ്യാം. മൈ ബെസ്റ്റ് ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ പേര് പറയും. എന്തുകൊണ്ട് നിങ്ങൾ ആ ഫ്രണ്ടിനെ ഇഷ്ടപ്പെടുന്നു? 2-3 വാചകം നമ്മൾ ഇംഗ്ലീഷിൽ പറയും. യെസ്, ഓക്കെ. യെസ്, നൂർഷില പറഞ്ഞോളൂ. My best friend is Mufsia. Because my all problems is shared. Yes. Mufsia. Yes. I share my own problems with Mufsia. Okay. All problem solution is here. Yes. She has the solution to all problems. അവളുടെ കയ്യില് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ചെയ്യാൻ ചില ആളുകളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. She has solution to all problems. Okay. പിന്നെ My first sad problems share. Okay. അപ്പൊ നമുക്ക് പറയാവുന്ന ഒരു ഭംഗിയാക്കി പറയാം. ഐ ഷെയർഡ്, ഞാൻ പങ്കുവെച്ചു. മൈ ഹാർട്ട് ടച്ചിങ് പ്രോബ്ലം, ഹൃദയസ്പർശിയായ ദുഃഖകരമായ സംഗതികൾ ഷെയർഡ്. ഐ ഷെയർഡ് എ സാഡ് പ്രോബ്ലം വിത്ത് ഹെർ, അവളുമായിട്ട് ഞാൻ പങ്കുവെച്ചു. അത് നമുക്ക് അടുത്ത വാചകം പറയാം. അവൾ അതിനൊരു പരിഹാരം കണ്ടെത്തി. ഷീ ഫൗണ്ട് ഔട്ട് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അവൾ അതിനൊരു പരിഹാരം കണ്ടെത്തി. ഓക്കെ നൂഷില, കണ്ടില്ലേ? My first call with my sad problem here. Okay. ബാക്കി പറഞ്ഞോളൂ. My caring person, my lovable, my friend Mufsia. Yes. My neighbor. Yes. That's all. Finished. Okay. നൂഷില, വെരി ഗുഡ്. അപ്പൊ നൂഷില വളരെ ഭംഗിയായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ്
നൂർഷില ഫ്രണ്ടിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു, കാരണങ്ങൾ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ നൂർഷില ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാനെന്ന് പറഞ്ഞു നോക്കട്ടെ. ആ ഓക്കെ, ശരണ്യ പറഞ്ഞോളൂ. My best friend is Sajida. We are meeting. Hey, she is my lab mate. Yes. We are worked in same lab. She Yes. is my junior, Yes. but she is my best friend. Yes. And she also understands me. Yes. I shared my every problems for she. Okay. And my പറഞ്ഞോ. I shared all my problems with her. Okay. And she has a solution for all problems. Okay, very good very good. She has a solution for all the problems. Okay. And I am mentally sad, and I call him. Yes. And then and she understand me, and Okay. she will hear me. Okay. And so I am I'm sorry. ആ കുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോ ശരണ്യക്ക് ഒരു മെന്റൽ പവർ കിട്ടുന്നുണ്ടോ? Yes. അത് പറഞ്ഞോളൂ. I get And I get a mental I get a mental power for talk when I with talk with her. Okay. talk with her. When I talk with her, I get a mental power. Okay. And she also in my sister. Yes. And I love you so much. Okay. Very good. Thank Very good. you. Okay. ശരണ്യ, ഈ ക്ലാസ് റെക്കോർഡ് ആ കുട്ടികളൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അത് കേട്ട് ഇന്ന് കഴിഞ്ഞാൽ രാവിലെ കൂടി എന്നെ വിളിച്ചുള്ളൂ ചേച്ചി. കുറച്ച് മുന്നേ കൂടി എന്നെ വിളിച്ചു വെച്ചുള്ളൂ. വിളിച്ചു വെച്ചുള്ളൂ. വെരി ഗുഡ്. ഓക്കെ. അതായത് നമുക്ക് നല്ല ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ എപ്പോഴും ആ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തുമ്പോൾ എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയില്ലേ, പ്രൊഫഷണൽ എത്തിക്സ് പോലെ തന്നെ ചില കാര്യങ്ങൾ സൗഹൃദ ബന്ധത്തിലുണ്ട്. അതായത് ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പഠിച്ച അവിടെ നിന്ന്, ഞാൻ പണ്ട് ജോലി കിട്ടുന്നതിനൊക്കെ മുമ്പ് പിന്നെ ടീച്ചിങ്ങിന്റെ കോളേജ്, പ്രൈവറ്റ് കോളേജിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അവിടുത്തെ പ്രിൻസിപ്പളും കൂടിയാണ് ഉച്ചയ്ക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ച് സമയം ഒരുമിച്ച് നടന്നു വരും. അപ്പൊ അങ്ങനെ നടന്നു പോകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പല കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. ഈവൻ അവിടെയുള്ള സ്റ്റാഫിനെ കുറിച്ച്, അവിടെയുള്ള മറ്റ് അധ്യാപകരെ കുറിച്ചും പുള്ളിയോട് പല കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ പുള്ളി ആഡ് ചെയ്തൊരു വാചകമുണ്ട്. പുള്ളി പറഞ്ഞു, അന്ന് എനിക്കത് വളരെ സ്ട്രൈക്ക് ചെയ്യുന്നത്, നാളെ നമ്മൾ തമ്മിൽ പിണങ്ങിയാലും ഞാൻ ഈ പറഞ്ഞതൊന്നും വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. പിന്നെ ഒരു 26 വയസ്സുള്ള സമയത്തൊക്കെയുള്ള കേസാണ് ഞാൻ ഈ പറയുന്നതല്ല. നാളെ നമ്മൾ തമ്മിൽ ശത്രുതയിലായാലും ഞാൻ പറഞ്ഞതൊന്നും വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞതുപോലെ അതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മിത്രമാണെന്ന് കരുതി എല്ലാം പറഞ്ഞു. ഈ മിത്രം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ശത്രുവായാൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അപ്പുറത്തായി. യെസ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കാം. ആ സുഹൃത്തുക്കളിൽ നിന്ന് ബെസ്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഒരു ജാഗ്രത വേണം എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെയായിരിക്കണം നിങ്ങളുടെ ബെസ്റ്റ് സുഹൃത്തുമായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്കും തെറ്റേണ്ടി വന്നു കഴിഞ്ഞാലും ഓക്കെ നൂർഷില, വെരി ഗുഡ്. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ എന്റെ അനുഭവം അടുത്ത ആൾ കേൾക്കുമ്പോൾ അത് എവിടേക്കോ ടച്ച് ചെയ്തിട്ട് നമുക്ക് തോന്നില്ലേ. യെസ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പിണങ്ങേണ്ടി വന്നാൽ ഒരിക്കലും ആ സുഹൃത്ത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പുറത്ത് പറയരുത്.
അപ്പൊ നിങ്ങളെ കുറിച്ച് അത് അവർ ചിന്തിക്കും, ഓ വേണമെങ്കിൽ എന്നെ നാറ്റിക്കാമായിരുന്നു, പക്ഷേ എങ്കിലും അവളത് ചെയ്തില്ല. ഷീ ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു വരും. ഓക്കെ, വി വിൽ മീറ്റ് അഗെയിൻ. അപ്പൊ വിഘ്നേഷ്, ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് ആരെ കുറിച്ചാണ്. അപ്പൊ അതിനകത്ത് ഇപ്പോ നൂർഷില പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ശരണ്യ പറഞ്ഞു. ഓക്കെ ഓക്കെ, ഓക്കെ. അപ്പൊ ശ്രുതി പറയുന്നു, ശ്രുതി പറയാമെന്നാണ് പറയുന്നത്. മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറയുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയെന്നുള്ളതിന്റെ 2-3 കാരണങ്ങൾ പറയും. ഓക്കെ, ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി. Sir, my best friend name is Jobel. Yes. A true friend is a precious thing. Yes, very good. Nature is sweet. She is very lovable. Yes. We study in the same class. She is also my neighbor. She belongs to a middle class family. She is a brilliant student in our class. She always loves to search and discover new things. Yes, She okay, also looks very beautiful. I shared my heart-touching problems with her. Yes. She found out a solution for that. Yes. I admire, praise, and love my friend very much, and we both have promised to continue our friendship till lifelong. Yes. Thank you, sir. Very good, very good. That's രസകരമായിട്ട് പറഞ്ഞു ശ്രുതി. വെരി 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 ഗുഡ്, വെരി ഗുഡ്. യെസ്, നല്ല സൗഹൃദ ബന്ധത്തിന്റെ എലിമെന്റ്സ് ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, യെസ്. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഓക്കെ ജാൻസിയെ ഞാൻ വരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളത് 20 പേരെ കേൾക്കാൻ റെഡിയാണ്. ഞങ്ങൾ കേൾക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്കത് പറയാൻ പറ്റില്ല എല്ലാവർക്കും. അതാണ്. ഓക്കെ ഓക്കെ. തസ്നിയ പറഞ്ഞതിന് ശേഷം വിഘ്നേഷിനോട് വരാം. തസ്നിയ. ഓക്കെ, താൻസിയ. Yes. I have many friends. All of them are good, but Shruti is my best friend. Who is your best friend? Shruti is my best friend. Shruti. Okay. Continue. We are friends since our childhood. Yes. Shruti is a tall and good-looking girl. She is also very kind and helpful. Yes. We live in the same society. Yes. She often comes to my home and helps me with my studies. Yes. She is a brilliant student and very good singer. Oh yes. She encourages me to my best and never give up. Yes. We understand each other without even speaking sometimes. Yes. Our friendship is based on trust, love, and respect. Yes. I really feel lucky to have her as my friend. May God give everyone a friend like Shruti. Thank you, sir. Yes. Okay. Zancia, very good, very good. We can understand the deep relationship between you and your friend. Okay, very good. Okay, Vignesh Bijumon. Parnolu Vignesh. Sorry, my best friend is Aditya. Aditya. We study in the same school and also he's my neighbor. Yes. He is 19 years old. Yes. He is bright in studies. Yes. His favorite subject is science. Yes. I share my things with him. I like him very much. Yes. He spends his free time with me for playing cricket. Yes. I call him Chatterbox because he is very funny and most of the time he made me happy. Oh, very good. Yes. Okay, Vignesh. നന്നായിട്ട് പറഞ്ഞു. Very good. നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു. Okay. ഇനി ആരാണ് പറയുന്നത്? മൈ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് 2 വാക്ക് പറയാനായിട്ട് ഒരു അവസരം കിട്ടുകയാണ്. അഫ്ല, ആർ യു റെഡി? യെസ് സാർ. ഓക്കെ. പറഞ്ഞോളൂ അഫ്ല, പറഞ്ഞോളൂ. ഒരു മിനിറ്റ് സാർ. Okay. Take your time. No problem. Mimiyos, get ready. Priya Banu, get ready. Shashna, get ready. Okay. Afla പറഞ്ഞോളൂ.
Sir, my best friend is Chinju. Chinju. Okay. She is my neighbor and also we are together in a swimming course. Yes. That time onwards, she is my bed. We both are share our all things, problems like good and bad. Okay. Okay. She is very good listener and that's what we call. She is very good listener and that's what we all are need. Yes. She have many problems in her life and Yes. we also have problems. Yes. We are sharing all things together. That time we both are got a positive energy. Yes. She also says, I am a listener too and Yes. I am all problem solutions too. Yes. Then we got time. We call each other and Yes. share our all things. That's all, sir. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അഫ്ല വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അഫ്ല പറഞ്ഞതിൽ ഒരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ സ്ട്രൈക്കിംഗ് ആണത്. ഷീ ഈസ് എ വെരി ഗുഡ് ലിസണർ. അതൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മള് മറ്റുള്ളവർ നമ്മളോട് വലിയ ദുഃഖങ്ങളെ വിഷമങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ അത് കേൾക്കാനായിട്ടുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കും. അവരുടെ പ്രതിസന്ധികളിലേക്ക് നമ്മളോട് വന്ന് പറയുന്നത് വി ഷുഡ് ബി എ ലിസണർ. കേൾക്കാനായിട്ടുള്ള മനസ്സ്. യെസ്. അപ്പൊ അത് ഒരു പോയിന്റ്, നല്ലൊരു കറക്റ്റ് പോയിന്റ് ആണ്. Sir, our call duration is 1 hour, 2 hour. Yes. Yes. Very good. Very good. Very good. Okay, അഫ്ല, നമുക്ക് ഓരോ വൈബുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. യെസ്. ആ വൈബിൽ നിൽക്കുമ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ്. മെന്റലി നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ അഫ്ല, വെരി ഗുഡ് വെരി ഗുഡ്. ലെറ്റ് യുവർ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് പ്രിയ ബാനു, റെഡി ആയിക്കോളൂ. യെസ്. ഇവിടെ നിങ്ങൾ ഗ്രാമർ തെറ്റുമെന്നോ അങ്ങനെയൊക്കെ യാതൊരുവിധ ടെൻഷനും വേണ്ട. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ പറയുന്നു. യെസ്. പ്രിയ ബാനു, ആർ യു റെഡി? Okay, okay. Benshira. Oh, sorry. Benshira. Yes, sir. പറഞ്ഞോളൂ Benshira. My best friend is Hasina. Hasina. She is my brother-in-law's wife. Yes. I share everything with her. She is same with me. Yes. We solve problems together. Yes. I have even shared things with her that I have never shared with anyone in my life. Yes. She is also with me join this hospital administration course. Yes. That's all, sir. Very good, very good. Okay, 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 okay. Benshira, very good, very good, very good. Okay, okay, okay. We understand your bond. Yes. Okay, 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 okay. Yeah, I don't know. Yes. My best friend എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ആരാണ്? അപ്പൊ നൂർഷിലയുടെ ഐശ്വര്യം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നൂർഷില വിഷയം തുടങ്ങി വെച്ചിട്ട് നൂർഷില വന്നു, അഫ്ല വന്നു, വിഘ്നേഷ് വന്നു, നാൻസിയ വന്നു, ശരണ്യ വന്നു. ഓക്കെ ഓക്കെ. അപർണ അടുത്തന്നെ വരും. ഓക്കെ ഓക്കെ. പ്രിയ കഴിഞ്ഞതിന് ശേഷം അപർണ വന്നോളൂ. ഓക്കെ പ്രിയ ബാനു, കണ്ടിന്യൂ. സർ പറയട്ടെ? Yes, കണ്ടിന്യൂ. Yes, yes, start. My best friend is my husband. Yes. ഞാൻ ആരിൽ നിന്നാണ് അത് പറയണേന്ന് ഇത്ര നേരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Okay, okay, okay. Yes, very good, very good. Yes. His name is Renu. ഒരു 1 minute. ഞങ്ങൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ 6 ഏജ് വെച്ച് പിടിക്കും. അപ്പൊ ഞാൻ പറയാതെ ആര് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, യു ആർ ദ ഫസ്റ്റ് ടു സേ ദാറ്റ്. ഓക്കെ പ്രിയ, കണ്ടിന്യൂ. ഐ ആം വെരി ഹാപ്പി. ഓക്കെ. His name is Revuma. He is a farmer. Yes.
He is lovely and care. This relation between in 20 years. Yes. That's പ്രിയക്ക് സങ്കടം വരുന്നുണ്ടോ? യെസ്, ഓക്കെ ഓക്കെ. പ്രിയ ഒന്നും കൂടെ ഗെറ്റ് റെഡി. ഓക്കെ ഓക്കെ, ടേക്ക് യുവർ ടൈം ആൻഡ് ഗെറ്റ് റെഡി. നൂർഷില, ഡോണ്ട് വറി. അപ്പൊ ഓരോരുത്തരുടെ ഉള്ളിലും എന്തുണ്ട്? പറയാനായിട്ടുള്ള ടാലന്റ് ഉണ്ട്. അത് പറയാനായിട്ടൊരു അവസരം വരുമ്പോഴാണ് അത് എന്ത് ചെയ്യുള്ളൂ, അത് പറയാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ട് പറഞ്ഞോ. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം ഒരു തോന്നൽ വരും, ഓ കുറച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നേ എന്നൊരു തോന്നൽ വരും. ഓക്കെ, അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് വർദ്ധിപ്പിക്കും. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി റെഡി? അല്ല സാർ ഞാനൊരു ഷോപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് എപ്പോഴും ഒന്നും തിരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഒന്നും പറ്റാത്തത്. When you are free, you tell me. Okay. ഇനി ആരാണ് ഒരാളും കൂടി പറഞ്ഞിരുന്നല്ലോ നേരത്തെ? പ്രിയാബാന് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞതായിരുന്നു. അപർണ. യെസ്, അപർണ. ഹലോ സാറേ, പറയട്ടെ? പറഞ്ഞോളൂ അപർണ, പറഞ്ഞോളൂ. കണ്ടിന്യൂ. My best friend is Akila. She is my she is working from same company and he is lovable and caring me. He is helpful person and I shared heart-touching problem with my friend and she is understanding me. She is very excellent cook and share make the recipes with me. തെറ്റുണ്ടാവില്ല പറയണ്ട. ഇല്ല, പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. ഷീസ് ആൻ എക്സലന്റ് കുക്ക്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, ഷീ ഷെയർ ദ റെസിപ്പി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അപർണ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ തന്നെ ഗുണമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു. അതിനെ കുറിച്ച് പറയാനായിട്ട് 2-3 വാചകങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ഫ്രെയിം ചെയ്തു കണ്ടോ. അപ്പൊ അത് ഐഡിയ ആണ് വരുന്നത്. അങ്ങനെ വന്നു. ഓക്കെ, വീണ്ടും നമുക്ക് തോന്നി 2 വാചകം അവളെ കുറിച്ച് പറഞ്ഞാൽ പോലെ കുറച്ചും കൂടി കൂടുതൽ പറയണം, കാരണം അത്രയും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഒരു വാചകം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. യെസ്, അത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ സെന്റൻസ് മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നിമ്മി ജോസ്. ഓക്കെ ഓക്കെ, ഞാൻ നിമ്മി ജോസ് പറയുകയും നിമ്മി ജോസ് ഇവിടെ എഴുതി കാണിക്കുകയും ചെയ്തു. ഓക്കെ, കറക്റ്റ് ആയിട്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ നിമ്മി, കണ്ടിന്യൂ കണ്ടിന്യൂ. Okay, sir. My best friend is Geedu. We meet a lot of people in my journey of life, but there are only a few who leave a mark on us. My best friend is one such person who has been able to make a positive impact of my life. I share all sorrows and joys to her, and she solved the problems and helped me. Yes. We have a part of each other's lives for the longest time, and our friendship is still developing. Yes, yes. Okay. Okay, very good, very good. Okay, Nimmi, very good, very good, very good. Yes. Nimmi വളരെ മനോഹരമായിട്ട് പറഞ്ഞു. Yes. ഇനി ആരാണ്? ശ്രീലക്ഷ്മി, are you ready? ശ്രീലക്ഷ്മി. ഷഫന. ഞാൻ റെഡിയാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഷഫന, പറഞ്ഞോളൂ. അടുത്ത കഴിഞ്ഞാൽ ഹീരയിലോട്ട് വരികയാണ്. ഹീര, ഗെറ്റ് റെഡി. My best friend is Harold. He's my classmate. Yes. He's the most caring and supportive person in my life. Yes. We share everything from secret to laughter and even our problem. Yes. He always stands by my side. Yes. No matter the situation. Yes. We enjoy spending time together. Yes. And my best friend is kind, honest,
and always ready to help others. Yes. We have countless beautiful memories Yes. Very good. Countless beautiful memories. Yes. that makes our friendship more special. Yes. I feel lucky to have such a wonderful friendship and Yes. best friend in my life. Okay. Okay, Shafna, I can understand your feelings and emotions. Very good, very good. രസകരമായിട്ട് പറഞ്ഞു. Okay. Yes, sir. Very good. Yes. ഒരു പക്ഷേ നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവിനോട് പറയാത്ത കാര്യം പോലും ചിലപ്പോൾ സുഹൃത്തിനോട് പറയും. യെസ്, അത് ശരിയാണ് സർ. അത് അങ്ങനെ വരും, അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അത് പറയും കാര്യം ശരി, ഇത് ഭർത്താവിനോട് പറയാം. പക്ഷെ എന്നാലും പറയാതെ അതങ്ങനെ എന്താ പറയാ, നമ്മളിപ്പോ ചില ഭിക്ഷക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോഴേ അവരുടെ ബാണ്ടക്കെട്ടൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് 40 ലക്ഷവും 30 ലക്ഷവും ഒക്കെ അവരുടെ ബാണ്ടക്കെട്ടിന് കിട്ടിയിട്ടുണ്ട് പോലീസിന്. അപ്പൊ ഇത്രയും പൈസ അവര് കയ്യിൽ വെച്ചുകൊണ്ടാണ് അവര് ദാരിദ്ര്യത്തിൽ ജീവിച്ചത്. ആ പൈസ മരിച്ചു കഴിഞ്ഞപ്പോ സർക്കാരിലേക്ക് പോയി, ബന്ധുക്കളാരും ഇല്ലാത്തത് കൊണ്ട് സർക്കാരിലേക്ക് പോയി എന്ന് പറഞ്ഞ പോലെ പലതിനും നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അത് സമ്പത്തിന്റെ കേസിൽ മാത്രമല്ല, അല്ലാതെയും പല കാര്യങ്ങളിൽ, ബന്ധങ്ങളില്, ഇഷ്ടങ്ങളില്, നമ്മുടെ ആഗ്രഹങ്ങളില്, അതിൻ്റെ അകത്തൊക്കെ പലപ്പോഴും നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. യെസ്. അപ്പൊ നമുക്ക് വളരെ വിശ്വസ്തനായ വിശ്വസ്തയായ ഒരാൾ കൂടെ ഉണ്ടാവുക, സപ്പോർട്ടായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്ട്രെങ്ത്. ഓക്കെ ഷഫന, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. ഓക്കെ ഹീര, ആർ യു റെഡി? ഹീരക്ക് നന്നായിട്ട് പറയാനായിട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷകളിൽ നിൽക്കുന്നത്. ഐ എക്സ്പെക്ട് മോർ ഫ്രം യു. യെസ്. Good morning, sir. Yes, good morning. Sir, okay. My best friend is Simi. She's my college mate. Okay. Because she's very love and support me. Yes. She's my biggest supporter because we are sharing some personal problem and personal matters. We are not sharing my families and my husband also, but we are sharing both. Because sometimes we are mentally upset. That time we call her. Then we are sharing that problem. Mine was very relaxed. Yes. Now she is in very sad because her husband, before 2 years, her husband died. After that time, me also very sad because husband also very support. Any problem we are sharing, he know we are sharing all problems in our life. Yes. Before 2 years, her husband died. After that, she is very upset. But now she is okay. She have a daughter, same age of my daughter also. Yes. That's why best friend is a precious gift, sir. Yes, best friend is a precious gift. Okay. To have your best life. Because that makes life more beautiful. Yes, that makes life more beautiful. ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുക നമുക്ക് പറ്റും, സ്നേഹിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്നേഹിക്കാൻ പറ്റും. ഓക്കെ സ്നേഹിക്കപ്പെടുക. ഞാൻ ആലോചിച്ച് നോക്കുക, നിങ്ങളൊക്കെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ആ അറേഞ്ച്ഡ് മാരേജിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എനിക്ക് സ്നേഹിക്കാൻ പറ്റും, എന്നെ സ്നേഹിക്കൂ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അപ്പോ മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത ഏതാണ്? സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ So many friends have, sir, but best friends make a best friends. That's a best friend. Yes. Okay. That is a gift. Very good, Geeta. Okay. Very good. Nimisha K. Nimisha. Okay. Nadisha.
നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും പേരൊക്കെ പറഞ്ഞില്ലേ, ഇവരെല്ലാം ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അതുപോലെ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അഞ്ജലി രാജൻ, അഞ്ജലി, യെസ്, ഓക്കെ ഓക്കെ. ഇനി ഞാൻ പറയുകയാണ്, ആരുടെ പേര് പറയുന്നില്ല. ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞതായിരിക്കാം, എങ്കിലും അന്നേരത്ത് പറയാൻ വിട്ടുപോയ 1-2 പോയിന്റുകൾ ഉൾപ്പെടുത്തി വീണ്ടും ഒരിക്കൽ കൂടി പറയണം. നേരത്തെ നൂർഷില പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞപ്പോ എനിക്ക് ചെറിയ ടെൻഷൻ വന്നു എന്ന് പറഞ്ഞ പോലെ ഒന്നുകൂടി മനോഹരമായിട്ട് ഇപ്പൊ പറയാനായിട്ട് കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി പറയാൻ വേണ്ടി ധൈര്യം കൂടെ അവർക്ക് പറയാം. ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു യു. യെസ്, ആരുമില്ല? Okay. However, your presence and your participation in this debate that was very good. Everybody told about your own best friend, the qualities that you see. നിങ്ങൾ അവരിൽ കാണുന്ന ക്വാളിറ്റി എന്താണെന്നുള്ള കുറിച്ച് നിങ്ങൾ പറഞ്ഞു. പങ്കെടുത്ത എല്ലാവർക്കും, പിന്നെ മനസ്സുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പങ്കെടുത്ത കുറച്ച് പേരില്ലേ, മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ചർച്ചയിലേക്ക് വന്നവരുണ്ട്. ഡയറക്റ്റ് വന്നവർക്കും ഇൻഡയറക്റ്റ് ആയിട്ട് വന്നവർക്കും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ ഗീവ്സ് എംപ്ലോയ്മെന്റ് ടു ലാക്സ് ഓഫ് പീപ്പിൾ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. കാരണം നേരിട്ട് ജോലി റെയിൽവേ കിട്ടുന്നവരുണ്ടാവാം, ഈ റെയിൽവേ ഉള്ളത് കൊണ്ട് വേറെ സബ്ബായിട്ട് കുറെ ജോലികൾ ചെയ്യുന്നവരുണ്ടാവാം. യെസ്, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന സ്ഥാപനം എന്ന് ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മുടെ ഈ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഓക്കെ, അടുത്ത വിഷയം വരുമ്പോൾ വീണ്ടും നിങ്ങൾ അതിനെ കുറിച്ച് പറയുക, അതിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. That will increase your capacity to speak in English and your efficiency, your fear that will be removed. There will be no problem to you. Okay, I will ask you some questions. ഓക്കെ, ആദ്യത്തെ കുറച്ച് സമയം ഇത് നമുക്ക് പോയിന്റ് ഒന്നുമില്ല, ഞാൻ വെറുതെ കുറച്ച് മിസ്പ്ലക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്, അത് വെച്ചിട്ട് നിങ്ങൾ ഒരു സ്ഥലത്തിന്റെ പേര്, ഓർ ദ ആൻസർ ഈസ് ദ നെയിം ഓഫ് എ പ്ലേസ്. ഇനി ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ്. നിങ്ങൾ ഏതാണ് സ്ഥലം എന്ന് മാത്രം പറഞ്ഞാൽ മതി. യെസ്, ഞാൻ ഇംഗ്ലീഷ് ലെറ്റർ മാത്രം പറയുന്നു, അത് മാത്രം നിങ്ങളൊന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ഗ്യാപ്പിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ പറയുകയാണ്. ഫസ്റ്റ് R A L U E N B G U. R A L U E N B G U. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ that will be the name of a place. ഞാൻ പറയാൻ പോലെ എല്ലാവരും name of a place. Okay, Hira, you are right. You are the first one to answer. Bangalore. Shafna, okay. Sudhi, okay. Very good. Okay, Bangalore. Yes. Next, Sharanya, you are also okay. Urshila, okay. Yes. And method പഠിക്കിട്ടിയല്ലോ. Next question. I P R U J A. Benshira, you are right. You are the first to answer. Shafna, Sudhi, Nurshila, Sharanya, Nimmi, and Priya Banu. It's okay. Okay, Abarna, Tansiya, okay. Jaipur, okay. Correct answer. Jaipur. Okay. Next, L H I D E.
Okay, Sudhi. Nimi okay. Tansia, Abarna, Shafna, Afla, Nushila, Sharanya. Okay, okay. It is a correct answer. Delhi. Yes. Next. RISAVANA. RISAVANA. Afla, ഒന്നുകൂടി ഒന്ന് നോക്കിയേ. സാറേ ഒന്നുകൂടെ പറയോ? എന്തോ? ഓക്കെ ഓക്കെ ഓക്കെ. RISAVANA. ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. RISAVANA. Okay, Vignesh, you are intelligent. Vignesh is the first. Varanasi. Vignesh, Sudhi, Tansia, Nushila, Sharanya. Varanasi. Okay, okay. Nimi, correct. Yes. Very good, very good. Yes. Next. RUSTA. RUSTA. അങ്ങനെ പോയിട്ടില്ല മനുഷ്യത നോക്കി. RUSTA എത്ര ഉള്ളു? അഞ്ച് വേർഡേ ഉള്ളൂ. അഞ്ച് ലെറ്റർ ഉള്ളൂ. RUSTA. ഇതൊരു പട്ടണത്തിന്റെ പേരാണ്. ആരും കൃത്യമായ ആൻസർ? ഇറ്റ്സ് എ കറക്റ്റ്. അഫ്ല, വിഘ്നേഷ്, ഷഫ്ന, നൂഷില, ശ്രുതി, അപർണ, അഞ്ജലി, താൻസിയ, നിമി. ഓക്കെ, സൂററ്റ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് AB, ബോയ് എന്നുള്ളതിന്റെ B, POHL. സാറേ ഒന്നുകൂടെ പറയാമോ? AB, POHL. ഷഫ്ന ഓക്കെ, സുധി ഓക്കെ, താൻസിയ ഓക്കെ, നിമി ഓക്കെ, ഭോപ്പാൽ, ശരണ്യ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നൂർഷില ഓക്കെ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് ഓക്കെ. പ്രിയമാനു കറക്റ്റ്. ഞാൻ ജസ്റ്റ് ചോദ്യമാണ്. ഇനി അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ആദ്യത്തെ 3 പേരൊക്കെ കണ്ടുപിടിക്കാം. അപ്പോ എല്ലാ ആൻസറിന്റെയും ഫസ്റ്റ് ലെറ്റർ എസ് എന്താണ്? എസ്. സേവ് എന്നുള്ളതിന്റെ എസ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A dirty, DIRTY. A dirty mark on something. A dirty mark on something. Nimisha, Tansia, Sudhi. Nimisha, Tansia,
and Shruti. Okay. Stain ആണ് stain. അടയാളം STAIN stain. Yes. ഇനി ഞാൻ പറയുന്നത് ഒരു 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 ടൈറ്റിലാണ്. അത് ഏത് കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ മതി. Iron Man's IRONMAN'. Iron Man's industry is known as dash. Iron Man's industry is known as dash. Steel അല്ല, വേറൊരു പേരുണ്ട്. ആ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന കമ്പനിക്ക് ഒരു പേരുണ്ട്. Iron Man's industry is known as okay, Shruti, you are right. Shruti, Afla, Tansia. Shruti, Afla, and Tansia. So correct. Shark Industries, Shark. STARK, Stark Industries. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധോപകരണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, ബാക്കിയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വരുന്നത് ഈ ഇൻഡസ്ട്രിയിൽ നിന്നാണ്, സ്റ്റാർക്ക് ഇൻഡസ്ട്രി. അതുകൊണ്ടാണ് സ്റ്റാർക്ക് ഇൻഡസ്ട്രിയെ അയൺ മാൻസ് ഇൻഡസ്ട്രി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഈസ് വെരി സിമ്പിൾ. The past tense of steel, STEAL, steel. Past tense of steel. Okay. Nimisha, Tansia, Nushila. Nimisha, Tansia, and Nushila. Okay, okay, okay. Shafna correct ആണ്, Hira correct ആണ്. Okay, okay. Steel, stone ആണ്. Okay, okay, okay. Next, fill in the blanks. If you have a deep cut, CUT. If you have a deep cut, you need dash. If okay, Shruti, Anjali, and Tansia. Shruti, Anjali നേരത്തെ വന്നിട്ടില്ല അല്ലെ? Anjali, okay, Sharanya, okay, Priya, and Tansia. Okay, okay, okay. ശരിയാണ്. If you have a cut, മുറി ഉണ്ടെങ്കിൽ you need stitches. Is the correct answer. Next, another word for idiotic, IDIOTIC. Another word for okay, Hira, Shafna, Nushila. ഹീരയും നേരത്തെ വന്നിട്ടില്ല അല്ലെ? ഹീര, ഷഫ്നയും വന്നിട്ടില്ല അല്ലെ? ഷഫ്ന ആൻഡ് നൂഷില വന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. സ്റ്റുപ്പിഡ്, യെസ്. അടുത്തത് എ ഡിസ്ഗസ്റ്റിംഗ്, സ്പെല്ലിംഗ് പറയാം. DISGUSTING. A disgusting smell. A disgusting smell. And one word. A disgusting smell. Nimisha, Tansia, Nushila. Nimisha, Tansia, and Nushila. Correct word is stink. STINK. Okay, okay, okay. Stink. Okay, okay. അടുത്തത് ഞാൻ കുറച്ച് വാക്കുകൾ നിങ്ങൾ പറയണം. അതിന്റെ കൂടെ അടുത്ത് പറയാൻ സാധ്യതയുള്ള വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. ലൈറ്റനിങ്, തണ്ടർ, റെയിൻ, ഡാഷ്. Okay, Shruti, Anjali, Tansia. Shruti, Anjali, and Tansia. Okay, okay, correct. Nimi correct. Sereni correct. Venshira correct. Hira correct. Okay, 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 okay.
Very good, very good. Yes. That is what is called stone. That is it. A stone or metal figure statue. You വേണ്ട 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 അത് വിട്ടേരട്ടെ. അടുത്ത ചോദ്യം ചോദിക്കാം. A big piece of cooked 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 meat MEAT. A big piece of cooked meat MEAT. Okay, Shafna is the correct answer. Shafna, Sruthi, Nurshila. Shafna, Sruthi, and Nurshila is the correct answer. Okay, Sharanya. Okay, Hira, correct answer. Lakshmi, okay. Steak. Okay. അടുത്തത് ഞാൻ പറയുന്ന ഒരു വേർഡിന് ഈക്വലന്റ് ആയ വേറൊരു വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. വേർഡ് ഇതാണ് വേപ്പർ. VAPOUR. നിമിഷ, വിഘ്നേഷ്, തൻസീല. നിമിഷ, വിഘ്നേഷ്. വിഘ്നേഷ് നേരത്തെ വന്നിട്ടില്ല അല്ലെ? വിഘ്നേഷ് ആൻഡ് താൻസിയ. താൻസിയ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് a stone, STONE, stone or metal figure. A stone or metal figure. Okay, Nimisha, Vignesh, Shafna. Nimisha, Vignesh and Shafna. ഇത് നേരത്തെ കയ്യിൽ നിന്ന് അറിയാണ്ട് പോയ ആൻസർ ആണ്. ഞാനത് അറിയാതെ ആൻസർ കൂടി ചേർത്ത് പറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം വിട്ടതിന് ശേഷം പറഞ്ഞത്. Yes. So I come to a last question. A stopping place, STOPPING, a stopping place for trains or buses. A stopping place for trains or buses. Very simple. Benshira, Vignesh, Sruthi. Benshira നേരത്തെ വന്നിട്ടില്ല അല്ലെ? Benshira, Vignesh and Sruthi. Okay. Benshira വന്നിട്ടുണ്ടായ? അതെ. സോറി, ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായില്ല. സോറി. യെസ്. ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ നമ്മൾ അവസാനിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞു. യെസ്. അപ്പൊ ഇനി നമുക്ക് ഒരു 6 മിനിറ്റ് കൂടി ബാലൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷില് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് മാർക്കൊന്നും കേട്ടോ, ഇത് ഞാൻ വെറുതെ നിങ്ങൾക്ക് ജസ്റ്റ് ഫോർ ഫൺ പറയുന്നത്. സെന്റൻസ് കേൾക്കുക. A man has 6 sons. A man has 6 sons. Each son has 2 sisters. Each son has 2 sisters. How many children are there? നിമിഷയുടെ ഉത്തരം കണ്ടു, അഞ്ജലി കണ്ടു, ശ്രുതി കണ്ടു, നൂഷില കണ്ടു, നിമ്മി കണ്ടു. ബൻഷിറ, a man has 6 sons. SIX, 6 sons. Each son has 2 sisters. How many children are there? Sudhi, yes. Yes. എല്ലാവരും 8 പറഞ്ഞപ്പോ ശ്രുതി 18 അടിച്ചു.
ഓക്കെ 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 ഓക്കെ. അപ്പൊ ശരണ്യം 18 ആണ് പറയുന്നത്. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഉത്തരം പറയാം. ആൻസർ ഈസ് 8. 8 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ എ മാൻ ഹാസ് 6 sons. പിന്നെ 2 സിസ്റ്റേഴ്സ്. അത് എല്ലാവർക്കും അവർ തന്നെയാണ് സിസ്റ്റേഴ്സ്. ഓരോരുത്തർക്കും വേറെ വേറെ കാണണ്ട. യെസ്. എ മാൻ ഹാസ് 6 sons. Each son has 2 sisters. Okay. Then 6 plus 2, that is called 8. Yes. Okay. Okay, Saranya. Very good, very good. Yes. അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ സ്കോർ ബോർഡ് ഞാൻ പറയാം. യെസ്. Yes. How many children are there? Okay. Afula, it is a 1 point. Sheera, 1 point. Then Anjali, 2 point. Benshira, 2 point. Shafna, 3 point. Vignesh, 3 point. Nurshila, 4 point. Nimisha, 5 point. Sudhi SMS, 6 point. Sudhi SMS, 6 point. പിന്നെ ഇന്നത്തെ ടോപ്പ് സ്കോർ അത് 7 point ആണ്. അത് കിട്ടിയിരിക്കുന്നത് താങ്ക്സ് ചെയ്യൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇത് ആരെയും നമ്മള് ജയിച്ചായിട്ട് അങ്ങനെയൊന്നും തരണ്ട. കാരണം നിങ്ങൾക്ക് അറിയാം നമുക്ക് ടൈപ്പിന്റെ വേഗത കൊണ്ട് ഒപ്പം എത്താൻ പറ്റാണ്ട് പോയതാണ്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നറിയുന്നതാണ് ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഓരോ അവസരം കിട്ടുമ്പോൾ അതിനകത്തേക്കാൾ ഇടപെട്ട് 2 വാക്ക് പറയുക, ധൈര്യസംഗീതം പറയുക, മാറി നിൽക്കാതിരിക്കുക. യെസ്. മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ചാലും കഴിയുമ്പോൾ നമുക്ക് പറയാൻ ആഗ്രഹിക്കുമ്പോൾ കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും. ഓക്കെ. ധൈര്യമായിട്ട് പറയാം. ഓക്കെ വിഘ്നേഷ്. ഓക്കെ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ബൈ. Mm-hmm.